തലവേദന ഇല്ലാത്ത മൈഗ്രെയിനും കേട്ടിട്ടുണ്ടോ? വെസ്റ്റിബുലർ മൈഗ്രെയിൻ എന്ന് പറയും. നമ്മൾ വളരെ സാധാരണയായിട്ട് ഒരുപക്ഷെ ഇയർ ബാലൻസിന്റെ ഒപ്പത്തിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ തലകറക്കത്തിനും നമുക്ക് വേച്ചു പോകുന്നതിനും അങ്ങനെ പല ബാലൻസ് പ്രോബ്ലത്തിനും കാരണമാകുന്ന വെസ്റ്റിബുലർ മൈഗ്രെയിൻ എന്നതിനെ കുറിച്ച് നമുക്കിന്നൊന്ന് സംസാരിക്കാം. വെസ്റ്റിബുലർ മൈഗ്രെയിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പലപ്പോഴും രോഗികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് മുമ്പ് മൈഗ്രെയിൻ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ വെസ്റ്റിബുലർ മൈഗ്രെയിൻ ആണ്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് തലവേദന ഇല്ല, പക്ഷേ ഇതിൻ്റെ കൂടെ തലകറക്കം മാത്രമേ ഉള്ളൂ. ഈ വെസ്റ്റിബുലർ മൈഗ്രെയിൻ്റെ ഒരു മുഖമുദ്ര എന്ന് തന്നെ നമുക്ക് പറയാം, തലവേദന ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഒരുപക്ഷെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമുക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം, വിത്ത് തലവേദനയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോൾ ഒരു പക്ഷേ തലകറക്കം മാത്രമായിട്ടുണ്ടാവാം. ഇതിൻ്റെ ഒരു പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. പക്ഷേ ഇത് പലപ്പോഴും വളരെ അണ്ടർ ഡയഗ്നോസ്ഡ്, അതായത് പലപ്പോഴും ഒരു രോഗനിർണയം നടത്താതെ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇത് വരാം. സ്ട്രെസ്സിന്റെ കൂട്ടത്തിൽ വരാം, കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ വരാം. അപ്പം അങ്ങനെ പല കാരണം കൊണ്ട് വരാവുന്ന അതാണ് ഈ വെസ്റ്റിബുലർ മൈഗ്രെയിൻ. അപ്പം പലപ്പോഴും രോഗിനെ ആൾക്കാർ അത് ആൻസൈറ്റി കൊണ്ടാണ്, സ്ട്രെസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് പ്രോബ്ലം ആണ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അവർക്കൊരു മതിയായ ചികിത്സയോ അല്ലെങ്കിൽ കൃത്യമായ ഒരു രോഗനിർണയമോ പലപ്പോഴും ഈ വെസ്റ്റിബുലർ മൈഗ്രെയിന് നടക്കാറില്ല. അപ്പം അതുകൊണ്ട് വർഷങ്ങളോളം ബുദ്ധിമുട്ടുന്നവരും ഒത്തിരി ആൾക്കാരെ എനിക്ക് പലപ്പോഴും കാണാറുണ്ട്. അപ്പം അറിഞ്ഞിരിക്കുക, വെസ്റ്റിബുലർ മൈഗ്രെയിന് ചികിത്സയുണ്ട്. അതിന് എക്സസൈസ് മാത്രമല്ല, മരുന്നുകളും നമുക്ക് ആവശ്യമായിട്ട് വരാം. അപ്പം ഇതിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ചും ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരുന്നു എന്നത് നമുക്ക് വേറൊരു വീഡിയോയിൽ കേൾക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.